ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം. സുഹൃതിസൂരികളായ ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം കണ്ണീരുപ്പ് കലരാത്ത ജീവിത പലഹാരമില്ല. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യമേ പ്രിയഃ. ആരാണോ ഇഷ്ടവസ്തുക്കൾ ലഭിക്കുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കുകയും അനിഷ്ടവസ്തുക്കൾ ലഭിക്കുമ്പോൾ ദുഃഖിക്കാതിരിക്കുകയും ചെയ്യുന്നത്, അയാൾ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. പ്രിയരെ, ജീവിതത്തിൽ സുഖം മാത്രം അനുഭവിക്കുവാൻ ആർക്കും സാധ്യമല്ല. ഇവയിൽ ഏതാണ് കൂടുതലായി വരിക എന്ന് ചോദിച്ചാൽ ദുഃഖാനുഭവങ്ങളാണ് എന്ന് പറയേണ്ടി വരും. സുഖസമൃദ്ധിയിൽ കഴിയുന്ന ഒരാൾക്കാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖം അയാളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. സുഖത്തിന്റെ കൂടെ ദുഃഖവും ദുഃഖത്തിന്റെ കൂടെ സുഖവും, ഇതാണ് മിക്ക ആളുകളുടെയും അനുഭവം. അടുത്തിടെ ഒരു മലയാള പത്രത്തിൽ വന്ന വാർത്തയുടെ തലവാചകം ഇങ്ങനെയായിരുന്നു: ആകാശത്ത് സ്വപ്ന വിജയം, ഭൂമിയിൽ അച്ഛന്റെ വിയോഗം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകത്തിന്റെ ശില്പിയും മലയാളിയുമായ ഒരു ശാസ്ത്രജ്ഞന് നേരിടേണ്ടി വന്ന സംഘർഷാത്മകമായ മാനസികാവസ്ഥയുടെ ചിത്രീകരണമായിരുന്നു ആ റിപ്പോർട്ട്. തന്റെ പ്രയത്നത്തിന്റെ സാഫല്യം നേരിൽ കാണുവാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് തന്റെ പിതാവ് മരിച്ച വാർത്ത അദ്ദേഹം അറിഞ്ഞത്. ചെന്നൈ വിമാനത്താവളത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് പേടകം വിജയകരമായി തിരിച്ചിറങ്ങി എന്ന വാർത്തയാണ്. ഒരു വശത്ത് ആത്യന്തികമായ ദുഃഖം, മറുവശത്ത് ദുഃഖത്തിന് മറുമരുന്ന് എന്ന പോലെ സന്തോഷവാർത്ത. താങ്ങാനാവാത്ത ദുഃഖം ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. ഉറ്റവരുടെ വേർപാട്, വിട്ടുമാറാത്ത രോഗം, അപ്രതീക്ഷിതമായ ധനനഷ്ടം, ഇങ്ങനെ പലതും നമ്മെ ദുഃഖസാഗരത്തിൽ ആഴ്ത്തിയെന്നിരിക്കും. ലോകജീവിതത്തിന്റെ സ്വഭാവമാണ് എന്ന തിരിച്ചറിവോടെ ജീവിക്കുക. ഇങ്ങനെയുള്ളവർ ഈശ്വരന് പ്രിയപ്പെട്ടവരാണ്. സ്നേഹപൂർവ്വം, എഞ്ചൻ, കയനാട്.